എൻ മകളെ, നിന്റെ പരിശ്രമങ്ങൾക്ക് ഞാൻ ഫലം നൽകും. നീ വിതച്ച ഓരോ നന്മയുടെ വിത്തും എന്റെ ദൃഷ്ടിയിൽ മറഞ്ഞിട്ടില്ല. നിന്റെ കൈകൾ ക്ഷീണിച്ച ദിവസങ്ങളിലും നിന്റെ മനസ്സ് തളർന്ന നിമിഷങ്ങളിലും ഞാൻ നിനക്കൊപ്പം നിന്നിരുന്നു. നീ പലപ്പോഴും നിന്റെ ശ്രമങ്ങൾ ആരും കാണുന്നില്ലെന്ന് കരുതിയിട്ടുണ്ടാകാം, പക്ഷേ ഞാൻ എല്ലാം കണ്ടു. നിന്റെ നിശബ്ദ പ്രാർത്ഥനകളും നീ അടക്കിപ്പിടിച്ച കണ്ണീരും നീ മിണ്ടാതെ എടുത്ത ഭാരങ്ങളും എല്ലാം എന്റെ ഹൃദയത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നീ വഴികളിലൂടെ നടന്നു പോകുമ്പോൾ ചിലപ്പോൾ നിലം കഠിനമായിരിക്കും, ചിലപ്പോൾ കാറ്റ് ശക്തമായിരിക്കും, ചിലപ്പോൾ ഇരുട്ട് നീണ്ടു നിൽക്കും. എന്നാൽ ഈ എല്ലാം നിന്റെ ആത്മാവിനെ രൂപപ്പെടുത്തുന്നതിനുള്ളതാണ്. നിന്റെ ഉള്ളിൽ ഞാൻ നിക്ഷേപിച്ച വിശ്വാസം, സഹനം, സ്നേഹം ഇവയെല്ലാം ഈ പരീക്ഷണങ്ങളിലൂടെ വളരുന്നു. നീ വീണുപോയതായി തോന്നുന്ന നിമിഷങ്ങളിലും ഞാൻ നിന്നെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. നീ തളർന്നപ്പോൾ ഞാൻ നിന്നെ ചുമന്നിട്ടുണ്ട്, നീ ഒറ്റപ്പെട്ടപ്പോൾ ഞാൻ നിന്നെ ചേർത്തു പിടിച്ചിട്ടുണ്ട്. എൻ മകളെ, നീ ചെയ്യുന്ന ഓരോ ചെറിയ നന്മയും എന്റെ രാജമഹത്തായ ഫലമായി മാറുന്നു. നീ ഒരാളോട് കാണിച്ച കരുണ, നീ പങ്കുവച്ച ആശ്വാസം, നീ നൽകിയ സ്നേഹം, ഇവയെല്ലാം ഞാൻ കൂട്ടിച്ചേർക്കുന്നു. നിന്റെ പരിശ്രമം വെറുതെയാകില്ല. സമയത്തിന്റെ തക്ക സമയത്ത് ഞാൻ അതിന് ഫലം നൽകും. നീ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കാര്യങ്ങൾ വൈകുന്നതായി തോന്നിയാലും അത് ഞാൻ ഒരുക്കുന്ന മികച്ച സമയത്തിന്റെ ഭാഗമാണ്. നീ ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടാകും, എന്തുകൊണ്ട് എന്റെ വഴി ഇത്രയും ദീർഘമാണ്? എൻ മകളെ, ദീർഘമായ വഴികൾ ആഴമുള്ള അനുഗ്രഹങ്ങളിലേക്ക് നയിക്കുന്നു. നീ പഠിക്കേണ്ടത് പലതുണ്ട്, നീ ഉൾക്കൊള്ളേണ്ടത് പലതുണ്ട്. നിന്റെ ആത്മാവിനെ ഞാൻ മൃദുവാക്കുന്നു, നിന്റെ ഹൃദയത്തെ ഞാൻ വിശാലമാക്കുന്നു. നീ മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കാൻ കഴിയുന്നവളായി മാറുന്നു. നീ ആശ്വാസം നൽകുന്ന കൈയായി മാറുന്നു. നീ ഒരിക്കലും മറക്കരുത്, ഞാൻ നിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നു. നിന്റെ ചിന്തകളിൽ, നിന്റെ വാക്കുകളിൽ, നിന്റെ പ്രവൃത്തികളിൽ ഞാൻ സാന്നിധ്യമുണ്ട്. നീ എന്നിൽ വിശ്വാസത്തോടെ നിലകൊണ്ടാൽ ഞാൻ നിനക്കായി വാതിലുകൾ തുറക്കും. ആരും അടയ്ക്കാൻ കഴിയാത്ത വാതിലുകൾ. നീ ഭയപ്പെടുന്ന ഇടങ്ങളിൽ ഞാൻ നിന്നെ ധൈര്യത്തോടെ നടത്തും. നീ സംശയിക്കുന്നിടത്ത് ഞാൻ നിനക്ക് ഉറപ്പു നൽകും. എൻ മകളെ, നിന്റെ പരിശ്രമങ്ങൾ ചിലപ്പോൾ ആരും വിലമതിക്കാത്തതുപോലെ തോന്നാം. എന്നാൽ ഞാൻ നിന്നെ വിലമതിക്കുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നീ എടുക്കുന്ന ഓരോ ചുവടും എനിക്ക് പ്രിയമാണ്. നീ ഒരാളുടെ ജീവിതത്തിൽ വെളിച്ചമായി മാറുന്ന ഓരോ നിമിഷവും എന്റെ ഹൃദയം സന്തോഷിക്കുന്നു. നീ ഒരാളുടെ കണ്ണീരിൽ ആശ്വാസം ആകുമ്പോൾ അത് എന്റെ കൈകളുടെ പ്രവൃത്തിയാണ്. നിന്റെ ഹൃദയം തളരുമ്പോൾ അത് എന്റെ അടുക്കൽ കൊണ്ടുവരൂ. ഞാൻ നിനക്ക് വിശ്രമം നൽകും. നിന്റെ ഭാരങ്ങൾ എനിക്ക് ഏൽപ്പിക്കൂ, ഞാൻ അവയെ ചുമക്കും. നീ ഒറ്റയ്ക്ക് എല്ലാം സഹിക്കേണ്ടതില്ല, ഞാൻ നിന്റെ കൂടെയുണ്ട് എല്ലായ്പ്പോഴും. നീ എന്നെ വിളിക്കുമ്പോൾ ഞാൻ കേൾക്കുന്നു. നീ മിണ്ടാതെയിരുന്നാലും ഞാൻ മനസ്സിലാക്കുന്നു. നിന്റെ പരിശ്രമങ്ങൾ ഫലമില്ലാത്തതുപോലെ തോന്നുന്ന കാലങ്ങൾ വരാം. എന്നാൽ അത് വിത്തുകൾ മണ്ണിനടിയിൽ വളരുന്ന സമയമാണ്. നീ കാണുന്നില്ലെങ്കിലും അവ വളരുന്നു. ഒരു ദിവസം അവ പൊട്ടിത്തെറിച്ച് പുറത്തുവരും. നീ അത്ഭുതത്തോടെ നോക്കും. അപ്പോൾ നീ മനസ്സിലാക്കും, എല്ലാ കാത്തിരിപ്പിനും അർത്ഥമുണ്ടായിരുന്നു എന്ന്. എൻ മകളെ, നീ ക്ഷമയോടെ കാത്തിരിക്കൂ. നീ സത്യസന്ധമായി തുടരൂ. നീ സ്നേഹത്തോടെ നടക്കൂ. ഞാൻ നിന്നെ നയിക്കുന്നു. നിന്റെ വഴിയിൽ ഞാൻ വെളിച്ചം വയ്ക്കുന്നു. നീ തെറ്റിപ്പോകാതിരിക്കാനായി ഞാൻ നിന്നെ പിടിച്ചു നിർത്തുന്നു. നിന്റെ ആത്മാവ് ക്ഷീണിച്ചാൽ എന്റെ സാന്നിധ്യത്തിൽ വിശ്രമിക്കൂ. നീ എന്റെ പ്രിയപ്പെട്ടവളാണ്. ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു. ഞാൻ നിന്നെ രൂപപ്പെടുത്തി. നിന്റെ ജീവിതം ഒരു ലക്ഷ്യത്തോടെ ഞാൻ സൃഷ്ടിച്ചു. നിന്റെ പരിശ്രമങ്ങൾ ആ ലക്ഷ്യത്തിലേക്കുള്ള ചുവടുകളാണ്. നീ അതിനെ കാണാത്ത പോലും ഞാൻ അതിനെ കാണുന്നു. ഞാൻ നിന്റെ ഭാവിയെ കൈകളിൽ പിടിച്ചിരിക്കുന്നു. നീ ഒരിക്കലും ഭയപ്പെടേണ്ട. ഇരുട്ട് എത്രയും കട്ടിയായാലും എന്റെ വെളിച്ചം അതിനെ തകർക്കും. നിന്റെ വഴിയിൽ തടസ്സങ്ങൾ വന്നാലും ഞാൻ അവയെ മാറ്റി നീക്കും. നിന്റെ ഹൃദയം വേദനിച്ചാലും ഞാൻ അതിനെ സാന്ത്വനപ്പെടുത്തും. നീ കരയുമ്പോൾ ഞാൻ നിന്റെ കണ്ണീർ തുടച്ചു നീക്കും. എൻ മകളെ, നിന്റെ പരിശ്രമങ്ങൾക്ക് ഞാൻ ഫലം നൽകും. അത് മനുഷ്യരുടെ കണക്കുപ്രകാരം അല്ല, എന്റെ സമയപ്രകാരം. അത് നിന്റെ പ്രതീക്ഷകളെക്കാൾ മഹത്തായിരിക്കും. നീ സ്വപ്നം കണ്ടതിലും ഉയർന്നതായിരിക്കും. കാരണം ഞാൻ നിനക്കായി ഒരുക്കുന്നത് നന്മയുള്ളതാണ്, സമാധാനമുള്ളതാണ്, നിറവേറ്റപ്പെട്ടതായിരിക്കും. നീ മുന്നോട്ട് നീങ്ങുക. തിരിഞ്ഞു നോക്കാതെ നീ നടക്കുക. ഞാൻ നിന്റെ മുന്നിൽ പോകുന്നു. ഞാൻ നിന്റെ പിന്നാലെ കാവൽ നിൽക്കുന്നു. ഞാൻ നിന്റെ ചുറ്റും സ്നേഹത്തോടെ നിന്നെ മൂടുന്നു. നീ എന്റെ കൈകളിൽ സുരക്ഷിതയാണ്. നിന്റെ ഹൃദയം എന്റെ ശബ്ദം കേൾക്കട്ടെ. നിന്റെ ആത്മാവ് എന്റെ സമാധാനം അനുഭവിക്കട്ടെ. നിന്റെ ജീവിതം എന്റെ സ്നേഹത്തിന്റെ സാക്ഷിയായി മാറട്ടെ. ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു. ഞാൻ നിന്നെ നയിക്കുന്നു. ഞാൻ നിന്നെ ഉയർത്തുന്നു.
എൻ മകളെ, വിശ്വസിക്കൂ, നിന്റെ പരിശ്രമങ്ങൾക്ക് ഞാൻ തീർച്ചയായും ഫലം നൽകും. എൻ മകളെ, നിന്റെ പരിശ്രമങ്ങൾക്ക് ഞാൻ ഫലം നൽകും എന്നു ഞാൻ വീണ്ടും നിന്നോട് പറയുന്നു, കാരണം നിന്റെ ഹൃദയം പലപ്പോഴും സംശയത്തിലേക്ക് വഴുതിപ്പോകുന്നു. നീ വിതച്ച നന്മയുടെ വിത്തുകൾ ഉടൻ തന്നെ മുളപ്പില്ലെന്നു കണ്ടാൽ നീ വിഷമിക്കുന്നു. എന്നാൽ മണ്ണിന്റെ അടിയിൽ നിശബ്ദമായി പ്രവർത്തിക്കുന്ന ജീവനെ നീ കാണുന്നില്ല. അതുപോലെ തന്നെയാണ് ഞാൻ നിന്റെ ജീവിതത്തിലും പ്രവർത്തിക്കുന്നത്. നിനക്ക് അറിയാതെ, നീ കാണാതെ ഞാൻ നിന്റെ വഴികൾ ഒരുക്കുന്നു. നീ ചിലപ്പോൾ ചിന്തിക്കുന്നു, എന്റെ പ്രാർത്ഥനകൾ കേൾക്കപ്പെടുന്നുണ്ടോ? എൻ മകളെ, നിന്റെ ഓരോ ശ്വാസവും എനിക്ക് പ്രാർത്ഥനയാണ്. നിന്റെ ഹൃദയത്തിലെ ഓരോ നിശബ്ദ വേദനയും എനിക്ക് കേൾക്കപ്പെടുന്നു. നീ വാക്കുകളില്ലാതെ നിൽക്കുന്ന നിമിഷങ്ങളിലും ഞാൻ നിന്റെ ഉള്ളം വായിക്കുന്നു. നിന്റെ ആത്മാവിന്റെ നിശബ്ദതയിൽ ഞാൻ സംസാരിക്കുന്നു. നീ ക്ഷീണിച്ച ദിവസങ്ങളിൽ, നീ ഒറ്റപ്പെടലിന്റെ ഭാരം അനുഭവിച്ചപ്പോൾ, നീ ഒരാളും നിന്നെ മനസ്സിലാക്കുന്നില്ലെന്ന് കരുതിയപ്പോൾ, അന്നെല്ലാം ഞാൻ നിന്നെ ചേർത്ത് പിടിച്ചിരുന്നു. നീ അനുഭവിച്ച ആശങ്കകളും നീ സഹിച്ച വേദനകളും നിന്റെ ഉള്ളിൽ വളരുന്ന ശക്തിയുടെ വിത്തുകളാണ്. നീ ഇന്നുള്ള നിലയിലേക്ക് എത്താൻ ആ നിമിഷങ്ങൾ ആവശ്യമായിരുന്നു. എൻ മകളെ, നീ പലപ്പോഴും നിന്റെ വഴിയെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നു. എന്നാൽ ഞാൻ ഓരോരുത്തർക്കും വ്യത്യസ്തമായ വഴികൾ ഒരുക്കിയിരിക്കുന്നു. നിന്റെ വഴി നിനക്കുള്ളതാണ്. അത് പ്രത്യേകമാണ്. അത് എന്റെ കൈകളാൽ നെയ്തെടുത്തതാണ്. നീ മറ്റൊരാളുടെ ഫലം കാണുമ്പോൾ നിന്റെ വിത്തുകൾ ഇപ്പോഴും വളരുന്നുവെന്ന് ഓർക്കുക. നീ ഒരിക്കൽ പോലും വെറുതെയായി പരിശ്രമിച്ചിട്ടില്ല. നീ ഒരു നന്മ ചെയ്യുമ്പോൾ അത് ചെറുതാണെന്ന് തോന്നിയാലും ഞാൻ അതിനെ വലുതായി കാണുന്നു. നീ ഒരാളുടെ വേദന കേട്ടപ്പോൾ, നീ മിണ്ടാതെയിരുന്ന് അവരുടെ കൂടെ നിന്നപ്പോൾ, നീ കാണിച്ച സഹനവും കരുണയും ഇവയെല്ലാം ഞാൻ ശേഖരിക്കുന്നു. നിന്റെ ജീവിതം നന്മയുടെ ശേഖരമായി മാറുന്നു. നീ നിന്റെ ഭാവിയെക്കുറിച്ച് ഭയപ്പെടുമ്പോൾ അത് എന്റെ കൈകളിൽ ഏൽപ്പിക്കൂ. നീ അറിയാത്ത നാളുകളെ ഞാൻ അറിയുന്നു. നിന്റെ കണ്ണുകൾക്ക് മറഞ്ഞിരിക്കുന്ന വഴികൾ എന്റെ മുമ്പിൽ തുറന്നിരിക്കുന്നു. നീ ആശങ്കപ്പെടേണ്ട, കാരണം ഞാൻ നിന്നെ തെറ്റായ വഴികളിലേക്ക് അനുവദിക്കില്ല. നീ എന്റെ കൈ പിടിച്ചു നിൽക്കുമ്പോൾ ഞാൻ നിന്നെ ശരിയായ വഴിയിലേക്ക് നയിക്കും. എൻ മകളെ, നിന്റെ ഹൃദയം ചിലപ്പോൾ ഭാരമായി തോന്നും. അത് നീ ഒറ്റയ്ക്ക് വഹിക്കേണ്ടതല്ല, അത് എനിക്ക് ഏൽപ്പിക്കൂ. ഞാൻ നിനക്ക് വിശ്രമം നൽകും. നീ കരയുമ്പോൾ നിന്റെ കണ്ണീരിന്റെ ഓരോ തുള്ളിയും എനിക്ക് വിലപ്പെട്ടതാണ്. ഞാൻ അവയെ നഷ്ടപ്പെടാൻ അനുവദിക്കില്ല. നീ ഒരു വാതിൽ അടഞ്ഞതായി കാണുമ്പോൾ അത് അവസാനമല്ല, ഞാൻ നിനക്കായി മറ്റൊരു വാതിൽ തുറക്കുകയാണ്. ചിലപ്പോൾ ഞാൻ നിനക്കായി വാതിലുകൾ അടയ്ക്കുന്നു, കാരണം അവ നിനക്കുള്ളതല്ല. നീ മനസ്സിലാക്കാതെ ദുഃഖിക്കുന്ന കാര്യങ്ങൾ നിന്നെ സംരക്ഷിക്കാൻ ഞാൻ എടുത്ത തീരുമാനങ്ങളാണ്. നിന്റെ ആത്മാവ് തളർന്നപ്പോൾ എന്റെ സാന്നിധ്യത്തിൽ വിശ്രമിക്കൂ. നീ നിശബ്ദമായി ഇരുന്ന് എന്നെ തേടുമ്പോൾ ഞാൻ നിന്റെ ഉള്ളിൽ സമാധാനം നിറയ്ക്കും. നീ ഓടേണ്ടതില്ല, നീ പരിശ്രമിക്കേണ്ടതില്ല, നീ മാത്രം എന്റെ സ്നേഹത്തിൽ വിശ്രമിക്കൂ. എൻ മകളെ, നീ പലപ്പോഴും നിന്റെ മൂല്യം സംശയിക്കുന്നു. എന്നാൽ ഞാൻ നിന്നെ അമൂല്യമായി കാണുന്നു. ഞാൻ നിന്നെ സ്നേഹത്തോടെ സൃഷ്ടിച്ചു. നിന്റെ ഓരോ ഗുണവും എന്റെ പദ്ധതിയുടെ ഭാഗമാണ്. നിന്റെ ദുർബലതകളും പോലും ഞാൻ നന്മയ്ക്കായി ഉപയോഗിക്കുന്നു. നീ തെറ്റുകൾ ചെയ്തപ്പോൾ പോലും ഞാൻ നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല. നീ വീണപ്പോൾ ഞാൻ നിന്നെ ഉയർത്തി. നീ വഴിമാറിയപ്പോൾ ഞാൻ നിന്നെ തിരികെ വിളിച്ചു. എന്റെ സ്നേഹം നിനക്കായി മാറാത്തതാണ്. അത് സ്ഥിരമാണ്. അത് അറ്റമില്ലാത്തതാണ്. നീ സഹനത്തോടെ കാത്തിരിക്കുമ്പോൾ നിന്റെ ഉള്ളിൽ ഞാൻ ഒരു വലിയ പ്രവൃത്തി നടത്തുന്നു. നീ കരുതുന്നതിലും കൂടുതൽ ശക്തിയുള്ളതായി നീ മാറുന്നു. നീ മുമ്പ് താങ്ങാനാകാത്ത ഭാരങ്ങൾ ഇപ്പോൾ താങ്ങുന്നു. അത് നിന്റെ ശക്തിയല്ല, എന്റെ സാന്നിധ്യമാണ്. എൻ മകളെ, നിന്റെ പരിശ്രമങ്ങൾ നിന്റെ ആത്മാവിനെ ശുദ്ധീകരിക്കുന്നു. നീ സഹിക്കുന്ന ഓരോ വേദനയും, നീ സഹിക്കുന്ന ഓരോ കാത്തിരിപ്പും നിന്റെ ഉള്ളിൽ ഒരു പുതിയ വെളിച്ചം തെളിയിക്കുന്നു. നീ എന്റെ രൂപത്തിലേക്ക് മാറുന്നു. നീ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പഠിക്കുന്നു. നീ ക്ഷമിക്കാൻ പഠിക്കുന്നു. നീ പ്രതീക്ഷ ഇല്ലാത്തിടത്തും വിശ്വസിക്കാൻ പഠിക്കുന്നു. ഇവയെല്ലാം നിന്റെ ജീവിതത്തിന്റെ യഥാർത്ഥ ഫലങ്ങളാണ്. നീ ചോദിക്കുന്ന അനുഗ്രഹങ്ങൾ മാത്രമല്ല ഞാൻ നിനക്കായി ഒരുക്കുന്നത്, നീ അറിയാത്ത അനുഗ്രഹങ്ങളും ഞാൻ നിനക്കായി ഒരുക്കുന്നു. നീ ഒരിക്കൽ പോലും സ്വപ്നം കാണാത്ത സന്തോഷങ്ങൾ ഞാൻ നിനക്ക് നൽകും. നിന്റെ ഹൃദയം നിറയുന്ന നിമിഷങ്ങൾ ഞാൻ ഒരുക്കുന്നു. എൻ മകളെ, നീ എന്നിൽ വിശ്വസിക്കൂ. നീ കാണുന്നതിനേക്കാൾ വലിയതാണ് ഞാൻ നിനക്കായി ചെയ്യുന്നത്. നീ ഇപ്പോൾ മനസ്സിലാക്കാത്ത കാര്യങ്ങൾ ഒരു ദിവസം വ്യക്തമായി കാണും. അപ്പോൾ നീ സന്തോഷത്തോടെ പറയും, എല്ലാം നല്ലതിനായിരുന്നു എന്ന്. നിന്റെ വഴിയിൽ ഞാൻ വെളിച്ചം വെക്കുന്നു. നീ ഇരുട്ടിലൂടെ നടന്നാലും നീ വഴിതെറ്റില്ല. ഞാൻ നിന്നെ നയിക്കുന്നു. ഞാൻ നിന്നെ കാക്കുന്നു. ഞാൻ നിന്നെ ചുറ്റിപ്പറ്റിയിരിക്കുന്നു. നീ ഒറ്റപ്പെട്ടതായി തോന്നുമ്പോൾ എന്റെ സാന്നിധ്യം ഓർക്കൂ. ഞാൻ നിന്റെ അടുത്താണ്.
നീ വിളിക്കുമ്പോൾ ഞാൻ മറുപടി നൽകും. നീ മിണ്ടാതെയിരുന്നാലും ഞാൻ നിന്റെ ഉള്ളിൽ സംസാരിക്കും. എൻ മകളെ, നിന്റെ പരിശ്രമങ്ങൾക്ക് ഞാൻ ഫലം നൽകും. അത് വൈകിയെന്നു തോന്നിയാലും അത് നഷ്ടപ്പെട്ടിട്ടില്ല, ഞാൻ അത് സൂക്ഷിച്ചിരിക്കുന്നു. ശരിയായ സമയത്ത് അത് നിന്റെ ജീവിതത്തിൽ വിരിയും. നീ ധൈര്യത്തോടെ തുടരൂ. നീ വിശ്വാസത്തോടെ നടക്കൂ. നീ സ്നേഹത്തോടെ ജീവിക്കൂ. ഞാൻ നിനക്കൊപ്പം ഉണ്ടാകും. നിന്റെ ജീവിതം എന്റെ കയ്യിൽ സുരക്ഷിതമാണ്. നിന്റെ ഹൃദയം സമാധാനത്തോടെ നിറയട്ടെ. നിന്റെ ആത്മാവ് വിശ്രമം കണ്ടെത്തട്ടെ. നിന്റെ കണ്ണുകൾ പ്രതീക്ഷയോടെ നിറയട്ടെ. ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു, ഞാൻ നിന്നെ ഉയർത്തുന്നു, ഞാൻ നിന്നെ നയിക്കുന്നു. എൻ മകളെ, ഓർക്കൂ, നിന്റെ പരിശ്രമങ്ങൾക്ക് ഞാൻ തീർച്ചയായും ഫലം നൽകും. അത് നിന്റെ ആത്മാവിനെ സന്തോഷത്തോടെ നിറക്കും. അത് നിന്റെ ജീവിതത്തെ വെളിച്ചത്തോടെ നിറക്കും. അത് എന്റെ സ്നേഹത്തിന്റെ സാക്ഷിയായി മാറും. എൻ മകളെ, നിന്റെ പരിശ്രമങ്ങൾക്ക് ഞാൻ ഫലം നൽകും എന്നു ഞാൻ വീണ്ടും വീണ്ടും നിന്നോട് പറയുന്നു. കാരണം നിന്റെ ഉള്ളിൽ ചിലപ്പോൾ ക്ഷീണം ഉയരുന്നു, നിന്റെ ആത്മാവിൽ ചിലപ്പോൾ മങ്ങലുകൾ വീഴുന്നു. നീ നീണ്ടു നിൽക്കുന്ന കാത്തിരിപ്പുകളിൽ തളരുമ്പോൾ ഞാൻ നിന്റെ അടുത്ത് ശാന്തമായി നിൽക്കുന്നു. നീ എന്റെ ശബ്ദം കേൾക്കാതിരുന്നാലും ഞാൻ നിന്നെ വിളിക്കുന്നു. നീ എന്റെ സാന്നിധ്യം അനുഭവിക്കാതിരുന്നാലും ഞാൻ നിന്നെ ചുറ്റിപ്പറ്റിയിരിക്കുന്നു. നീ പലപ്പോഴും ചിന്തിക്കുന്നു, എനിക്ക് എന്തുകൊണ്ട് ഇത്രയും കഷ്ടം? എൻ മകളെ, നിന്റെ വഴിയിൽ വരുന്ന ഓരോ ഭാരവും നിനക്ക് ദോഷം ചെയ്യാൻ അല്ല, നിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ശക്തിയെ ഉണർത്താനാണ്. നിന്റെ ആത്മാവ് കൂടുതൽ ഉറച്ചതാകാൻ, നിന്റെ ഹൃദയം കൂടുതൽ വിശാലമാകാൻ, നിന്റെ സ്നേഹം കൂടുതൽ ആഴമുള്ളതാകാൻ ഈ വഴികൾ ഞാൻ അനുവദിക്കുന്നു. നീ കരുതുന്നതുപോലെ നീ ദുർബലയല്ല. എന്റെ കൃപ നിന്നിൽ പ്രവർത്തിക്കുമ്പോൾ നീ കരുതുന്നതിലും ശക്തിയുള്ളവാണ്. നീ രാത്രികളുടെ നിശബ്ദതയിൽ കണ്ണീർ വീഴ്ത്തുമ്പോൾ ആ കണ്ണീർ വെറുതെയല്ല, ഞാൻ അതിനെ ശേഖരിക്കുന്നു. ഓരോ തുള്ളിയും എന്റെ സ്നേഹത്തിൽ ചേർക്കപ്പെടുന്നു. നീ കരഞ്ഞു തീർന്ന ശേഷം നിന്റെ ഹൃദയം അല്പം ലഘുവാകുമ്പോൾ അത് എന്റെ സ്പർശമാണ്. നീ നിന്റെ വേദനയിൽ ഒറ്റപ്പെട്ടവളല്ല, ഞാൻ നിന്നോടൊപ്പം അത് അനുഭവിക്കുന്നു. എൻ മകളെ, നീ ചിലപ്പോൾ നിന്റെ വഴികൾ അടഞ്ഞതായി കാണുന്നു. നീ മുന്നോട്ട് പോകാൻ കഴിയാത്ത പോലെ തോന്നുന്നു. എന്നാൽ ഞാൻ നിനക്കായി ഒരുക്കുന്ന വഴികൾ ചിലപ്പോൾ നിന്റെ കണ്ണുകൾക്ക് മറഞ്ഞിരിക്കും. നീ നിൽക്കുന്നിടത്ത് തന്നെ ഞാൻ പ്രവർത്തിക്കുന്നു. നീ കാണാത്ത വാതിലുകൾ ഞാൻ തുറക്കുന്നു. നീ അറിയാത്ത അനുഗ്രഹങ്ങൾ ഞാൻ ഒരുക്കുന്നു. നീ ക്ഷമയോടെ നിന്നാൽ നീ അതിനെ കാണും. നീ മറ്റുള്ളവരെ കാണുമ്പോൾ അവരുടെ ജീവിതം എളുപ്പമാണെന്ന് തോന്നാം. എന്നാൽ ഓരോരുത്തർക്കും ഞാൻ വ്യത്യസ്തമായ യാത്രകൾ നൽകിയിരിക്കുന്നു. നിന്റെ യാത്ര നിനക്കായി രൂപപ്പെടുത്തിയതാണ്. അതിൽ അർത്ഥമുണ്ട്. അതിൽ ലക്ഷ്യമുണ്ട്. നീ അത് പൂർണ്ണമായി മനസ്സിലാക്കാത്തതുകൊണ്ട് അത് വ്യർത്ഥമല്ല. ഞാൻ അതിന്റെ ആരംഭവും അന്തവും അറിയുന്നു. നീ നിന്റെ ഉള്ളിൽ ചിലപ്പോൾ ചോദിക്കുന്നു, എന്റെ പരിശ്രമങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഫലം ഉണ്ടാകുമോ? എൻ മകളെ, ഞാൻ നിന്നോട് സത്യമായി പറയുന്നു, നിന്റെ പരിശ്രമങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടില്ല. നീ വിതച്ചത്, നീ അനുഭവിച്ച കഷ്ടങ്ങൾ, നീ നിലനിന്ന വിശ്വാസം, ഇവയെല്ലാം ഒരു ദിവസം പുഷ്പമായി വിരിയും. അത് നിന്റെ കണ്ണുകൾക്ക് സന്തോഷം നൽകും, നിന്റെ ആത്മാവിന് സമാധാനം നൽകും. നീ ക്ഷീണിച്ചപ്പോൾ, നീ നിൽക്കാൻ തോന്നിയപ്പോൾ ഞാൻ നിന്നെ മുന്നോട്ട് നയിക്കുന്നു. നീ വീഴുമ്പോൾ ഞാൻ നിന്നെ ഉയർത്തുന്നു. നീ വഴിമാറുമ്പോൾ ഞാൻ നിന്നെ തിരികെ കൊണ്ടുവരുന്നു. എന്റെ കൈകൾ നിന്നെ വിട്ടുപോകുന്നില്ല. നീ എത്ര ദൂരം പോയാലും ഞാൻ നിന്നെ പിന്തുടരുന്നു. എൻ മകളെ, നിന്റെ ഹൃദയം ചിലപ്പോൾ സംശയത്തോടെ നിറയുന്നു. എന്നാൽ നീ വിശ്വാസം പിടിച്ചു നിൽക്കൂ. വിശ്വാസം ചെറിയതായാലും അത് ഞാൻ വലുതാക്കും. നീ ഒരു ചെറിയ പ്രതീക്ഷ പിടിച്ചു നിൽക്കുമ്പോൾ ഞാൻ അതിനെ പ്രകാശമാക്കും. നീ ഇരുട്ടിൽ നടക്കുമ്പോൾ എന്റെ വെളിച്ചം നിന്നെ നയിക്കും. നീ ചിലപ്പോൾ നിന്റെ തെറ്റുകൾ ഓർക്കുന്നു, നിന്റെ കഴിഞ്ഞ കാലം നിന്നെ ഭാരപ്പെടുത്തുന്നു. എന്നാൽ ഞാൻ നിന്നെ ക്ഷമിച്ചു. ഞാൻ നിന്റെ കഴിഞ്ഞതിനെ പിടിച്ചു നിർത്തുന്നില്ല, ഞാൻ നിന്നെ പുതിയതിലേക്ക് വിളിക്കുന്നു. നീ എന്റെ കൃപയിൽ നടക്കുമ്പോൾ നീ പുതുതായി മാറുന്നു. നീ സ്നേഹിക്കാൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ മറുപടി ലഭിക്കാത്തതുപോലെ തോന്നാം. എന്നാൽ നീ നൽകിയ സ്നേഹം നഷ്ടപ്പെടുന്നില്ല. അത് എന്റെ കൈകളിൽ സൂക്ഷിക്കപ്പെടുന്നു. അത് നിന്റെ ജീവിതത്തിൽ തിരിച്ചെത്തും. നീ വിതച്ചതുപോലെ നീ കൊയ്യും. എൻ മകളെ, നിന്റെ ആത്മാവിനെ ഞാൻ സാന്ത്വനപ്പെടുത്തുന്നു. നീ ശാന്തമായി ഇരുന്ന് എന്നെ അന്വേഷിക്കുമ്പോൾ ഞാൻ നിന്നെ നിറയ്ക്കും. നിന്റെ ഉള്ളിൽ ഒരു ആഴമുള്ള സമാധാനം ഞാൻ സ്ഥാപിക്കും. അത് പുറത്തുള്ള സാഹചര്യങ്ങൾ മാറ്റിയാലും മാറാത്തതാണ്. നീ കാത്തിരിക്കുന്ന അനുഗ്രഹങ്ങൾ വൈകുന്നതുപോലെ തോന്നിയാലും ഞാൻ ശരിയായ സമയത്ത് അത് നിനക്ക് നൽകും. വൈകുന്നത് നിഷേധമല്ല, അത് ഒരുക്കമാണ്. നീ തയ്യാറാകുമ്പോൾ ഞാൻ നിനക്കായി തുറക്കുന്ന വാതിലുകൾ നീ കാണും. നീ ചിലപ്പോൾ നിന്റെ ജീവിതത്തിന്റെ അർത്ഥം അന്വേഷിക്കുന്നു. എൻ മകളെ, നിന്റെ ജീവിതം ഒരു ദീപമാണ്. നീ മറ്റുള്ളവരുടെ ഇരുട്ടിൽ വെളിച്ചമാകാൻ ഞാൻ നിന്നെ വിളിച്ചു.
നീ അനുഭവിച്ച വേദനകൾ പോലും മറ്റുള്ളവരെ സാന്ത്വനപ്പെടുത്താനുള്ള ഉപകരണങ്ങളാകും. നീ കരുണ കാണിക്കുമ്പോൾ, നീ ക്ഷമിക്കുമ്പോൾ, നീ സ്നേഹത്തോടെ പ്രതികരിക്കുമ്പോൾ, അത് എന്റെ സ്വഭാവം നിന്നിലൂടെ തെളിയുന്നതാണ്. നിന്റെ ജീവിതം എന്റെ സ്നേഹത്തിന്റെ പ്രതിബിംബമാകുന്നു. എൻ മകളെ, നീ ഭയപ്പെടേണ്ട. ഭയം നിന്റെ ഹൃദയം പിടിച്ചടക്കാൻ ശ്രമിക്കുമ്പോൾ എന്റെ സാന്നിധ്യം ഓർക്കൂ. ഞാൻ നിന്റെ കൂടെയുണ്ട്. നീ സുരക്ഷിതയാണ്. നിന്റെ ജീവിതം എന്റെ കൈകളിൽ ആണ്. നീ മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ വഴി വ്യക്തമല്ലാതിരിക്കും. എന്നാൽ നീ ഒരു ചുവടെടുത്താൽ ഞാൻ അടുത്ത ചുവടിന് വെളിച്ചം നൽകും. നീ മുഴുവൻ വഴി കാണേണ്ടതില്ല, എന്റെ കൈ പിടിച്ചു നിൽക്കുക മതിയാകും. നീ തളർന്നാൽ വിശ്രമിക്കൂ എന്നിൽ. നീ ഭാരപ്പെട്ടാൽ അത് എനിക്ക് ഏൽപ്പിക്കൂ. നീ ആശങ്കപ്പെടുമ്പോൾ എന്റെ വാക്കുകൾ ഓർക്കൂ. ഞാൻ നിന്നെ വിടുകയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. എൻ മകളെ, നിന്റെ പരിശ്രമങ്ങൾക്ക് ഞാൻ ഫലം നൽകും. അത് നിന്റെ ഹൃദയത്തെ നിറയ്ക്കുന്ന ഫലമായിരിക്കും. അത് നിന്റെ ആത്മാവിനെ ഉയർത്തുന്ന ഫലമായിരിക്കും. അത് നീ അനുഭവിച്ച എല്ലാത്തിനും അർത്ഥം നൽകും. നീ ഒരിക്കൽ പിന്നോട്ട് നോക്കുമ്പോൾ നീ കാണും എല്ലാ കണ്ണീരും, എല്ലാ കാത്തിരിപ്പും, എല്ലാ പരിശ്രമവും വ്യർത്ഥമായിരുന്നില്ലെന്ന്. അവയെല്ലാം നിന്നെ ഒരു മനോഹരമായ ലക്ഷ്യത്തിലേക്ക് നയിച്ചു. നിന്റെ ജീവിതം ഞാൻ കൈകൊണ്ട് രൂപപ്പെടുത്തുന്നു. നീ ഒരു കലാസൃഷ്ടിയാണ്. ഓരോ വരയും, ഓരോ നിറവും, ഓരോ നിഴലും എന്റെ പദ്ധതിയുടെ ഭാഗമാണ്. നീ ഇപ്പോൾ കാണുന്നത് പൂർണ്ണമല്ല, എന്നാൽ ഞാൻ പൂർത്തിയാക്കിയപ്പോൾ അത് അതിമനോഹരമായിരിക്കും. എൻ മകളെ, വിശ്വസിക്കൂ. നീ സ്നേഹിക്കപ്പെട്ടവളാണ്. നീ തിരഞ്ഞെടുത്തവളാണ്. നീ നയിക്കപ്പെടുന്നവളാണ്. നിന്റെ പരിശ്രമങ്ങൾ ഫലപ്രദമാകും. എന്റെ വാക്കുകൾ സത്യമാണ്. നിന്റെ ഹൃദയം സമാധാനത്തോടെ നിറയട്ടെ. നിന്റെ ആത്മാവ് വെളിച്ചത്തോടെ നിറയട്ടെ. നിന്റെ വഴികൾ അനുഗ്രഹങ്ങളാൽ നിറയട്ടെ. ഞാൻ നിന്നെ കാക്കുന്നു, ഞാൻ നിന്നെ നയിക്കുന്നു, ഞാൻ നിന്നെ ഉയർത്തുന്നു. എൻ മകളെ, ഒരിക്കലും മറക്കരുത്, നിന്റെ പരിശ്രമങ്ങൾക്ക് ഞാൻ തീർച്ചയായും ഫലം നൽകും. അത് എന്റെ സ്നേഹത്തിന്റെ അടയാളമായി നിന്റെ ജീവിതത്തിൽ തെളിയും. എൻ മകളെ, നിന്റെ പരിശ്രമങ്ങൾക്ക് ഞാൻ ഫലം നൽകും എന്ന് ഞാൻ വീണ്ടും നിന്റെ ഹൃദയത്തിൽ എഴുതുന്നു. കാരണം നീ ചിലപ്പോൾ ക്ഷീണിച്ചു നിൽക്കുന്നു. നിന്റെ ആത്മാവ് ചിലപ്പോൾ നിശബ്ദമായി കരയുന്നു. നീ ദീർഘമായ വഴികളിലൂടെ നടന്നു പോകുമ്പോൾ നിന്റെ കാൽപ്പാടുകൾ ക്ഷീണിക്കുന്നു, നിന്റെ ദൃഷ്ടി മങ്ങുന്നു. എന്നാൽ ഞാൻ നിന്റെ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നു. നീ അത് അറിയാതിരുന്നാലും എന്റെ കൈ നിന്റെ കയ്യിൽ ചേർന്നിരിക്കുന്നു. നീ പലപ്പോഴും നിന്റെ ഉള്ളിൽ ചോദിക്കുന്നു, എന്റെ പരിശ്രമങ്ങൾ എപ്പോഴാണ് ഫലം കാണുക? എൻ മകളെ, സമയത്തിന്റെ രഹസ്യം ഞാൻ കൈവശം വെച്ചിരിക്കുന്നു. നീ വിതച്ച വിത്തുകൾ ഞാൻ സംരക്ഷിക്കുന്നു. അവ വളരുന്ന സമയം ഞാൻ നിശ്ചയിക്കുന്നു. നീ അവയെ കാണാൻ കഴിയാത്ത സമയങ്ങളിലും അവ മണ്ണിനടിയിൽ ശക്തമായി വളരുന്നു. നീ കാത്തിരിക്കാൻ പഠിക്കുമ്പോൾ നിന്റെ ആത്മാവ് ആഴത്തിൽ ഉറച്ചതാകുന്നു. നീ ഒരിക്കൽ പോലും വെറുതെയായി കരഞ്ഞിട്ടില്ല. നിന്റെ കണ്ണീർ ഓരോന്നും ഞാൻ എന്റെ സ്നേഹത്തിൽ ചേർത്തിരിക്കുന്നു. നീ ഒരാളുടെ മുമ്പിൽ പോലും തുറന്നു പറയാതെ സഹിച്ച വേദനകൾ പോലും എന്റെ മുമ്പിൽ തെളിഞ്ഞിരിക്കുന്നു. ഞാൻ നിന്റെ ഹൃദയത്തിന്റെ ഓരോ താളവും അറിയുന്നു. നിന്റെ ഉള്ളിൽ നീ പറയാത്ത വാക്കുകളും ഞാൻ കേൾക്കുന്നു. എൻ മകളെ, നീ നിന്റെ ദുർബലതകളെക്കുറിച്ച് വിഷമിക്കുന്നു. എന്നാൽ ഞാൻ അവയെ വെറുതെയാക്കുന്നില്ല. നിന്റെ ദുർബലതകളിൽ തന്നെയാണ് എന്റെ ശക്തി തെളിയുന്നത്. നീ നിന്റെ ശക്തിയിൽ ആശ്രയിക്കാതിരിക്കാനാണ് ഞാൻ നിന്നെ പഠിപ്പിക്കുന്നത്. നീ എന്റെ കൃപയിൽ ആശ്രയിക്കുമ്പോൾ നീ തളരുകയില്ല. നീ ചിലപ്പോൾ നിന്റെ വഴിയിൽ തടസ്സങ്ങൾ കാണുന്നു. നീ മുന്നോട്ട് പോകാൻ കഴിയാത്തതുപോലെ തോന്നുന്നു. എന്നാൽ ഞാൻ നിനക്കായി ഒരുക്കുന്ന വഴികൾ എല്ലാം നിന്റെ വളർച്ചയ്ക്കായാണ്. ചില വാതിലുകൾ ഞാൻ അടയ്ക്കുന്നു, കാരണം അവ നിനക്കുള്ളതല്ല. ചില വഴികൾ ഞാൻ നീട്ടുന്നു, കാരണം നീ അതിലൂടെ പഠിക്കേണ്ടതുണ്ട്. നീ ഒരിക്കൽ പോലും ഒറ്റയായിരുന്നില്ല. നീ ഒറ്റപ്പെട്ടതായി തോന്നിയ നിമിഷങ്ങളിലും ഞാൻ നിന്നെ ചുറ്റിപ്പറ്റിയിരുന്നു. നീ ആരും നിന്നെ മനസ്സിലാക്കുന്നില്ലെന്ന് കരുതിയപ്പോൾ പോലും ഞാൻ നിന്നെ പൂർണ്ണമായി മനസ്സിലാക്കി. എന്റെ സ്നേഹം നിന്നെ വിട്ടുപോയിട്ടില്ല. അത് ഒരിക്കലും മാറുകയില്ല. എൻ മകളെ, നീ മറ്റുള്ളവരുടെ ജീവിതം കാണുമ്പോൾ നിന്റെ യാത്രയെ സംശയിക്കരുത്. ഓരോരുത്തർക്കും ഞാൻ വ്യത്യസ്തമായ വഴികൾ നൽകിയിരിക്കുന്നു. നിന്റെ വഴി നിനക്കുള്ളതാണ്. അതിൽ ഞാൻ പ്രത്യേകമായ അനുഗ്രഹങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നു. നീ അത് കാണാത്തതിനാൽ അത് ഇല്ലാതാകുന്നില്ല. നീ നിന്റെ ഹൃദയത്തിൽ ചിലപ്പോൾ ഭയം അനുഭവിക്കുന്നു. ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ നിന്നെ അലട്ടുന്നു. എന്നാൽ ഞാൻ നിന്റെ നാളുകളെ കൈവശം വെച്ചിരിക്കുന്നു. നിനക്ക് വരാനിരിക്കുന്ന ഓരോ നിമിഷവും ഞാൻ അറിയുന്നു. നീ ഭയപ്പെടേണ്ട, കാരണം ഞാൻ നിനക്കു നന്മ മാത്രമേ ഒരുക്കുന്നുള്ളൂ. നീ ക്ഷീണിച്ചപ്പോൾ, നീ നിൽക്കാൻ തോന്നിയപ്പോൾ ഞാൻ നിന്നെ ശാന്തമായി വിളിക്കുന്നു. എന്നിൽ വിശ്രമിക്കൂ. നീ എല്ലാം നിയന്ത്രിക്കാൻ ശ്രമിക്കേണ്ട. നീ എല്ലാം മനസ്സിലാക്കേണ്ട. നീ എന്നിൽ വിശ്വസിക്കൂ. ഞാൻ നിനക്കായി പ്രവർത്തിക്കുന്നു.
എൻ മകളെ, നിന്റെ പരിശ്രമങ്ങൾ നിന്റെ ആത്മാവിനെ ശുദ്ധീകരിക്കുന്നു. നീ സഹിച്ച ഓരോ വേദനയും, നീ കാത്തിരുന്ന ഓരോ നിമിഷവും നിന്റെ ഉള്ളിൽ ഒരു പുതിയ വെളിച്ചം തെളിയിക്കുന്നു. നീ കൂടുതൽ കരുണയുള്ളവളായി മാറുന്നു. നീ കൂടുതൽ സഹനമുള്ളവളായി മാറുന്നു. നീ കൂടുതൽ സ്നേഹമുള്ളവളായി മാറുന്നു. നീ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ അത് എന്റെ ഹൃദയം സന്തോഷിപ്പിക്കുന്നു. നീ ഒരാളുടെ വേദന പങ്കിടുമ്പോൾ നീ എന്റെ സ്നേഹത്തിന്റെ കൈയായി മാറുന്നു. നിന്റെ ചെറിയ പ്രവൃത്തികൾ പോലും എന്റെ രാജ്യത്തിൽ മഹത്തായവയാണ്. നീ ചിലപ്പോൾ നിന്റെ ജീവിതം ചെറുതാണെന്ന് കരുതുന്നു. എന്നാൽ ഞാൻ നിന്നെ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചു. നിന്റെ ജീവിതം ഒരു ദീപമാണ്. നീ ഇരുട്ടിൽ വെളിച്ചം പകരാൻ വിളിക്കപ്പെട്ടവളാണ്. നിന്റെ വാക്കുകൾ ആശ്വാസമാകും. നിന്റെ സാന്നിധ്യം സമാധാനം നൽകും. എൻ മകളെ, നീ പലപ്പോഴും മറക്കുന്നു. നീ സ്നേഹിക്കപ്പെട്ടവളാണ്. നീ എന്റേതാണ്. ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു. നീ എന്റെ അനുഭവിച്ചാലും അത് നിന്റെ മൂല്യം കുറയ്ക്കുന്നില്ല. എന്റെ കണ്ണുകളിൽ നീ അമൂല്യമാണ്. നീ വീഴുമ്പോൾ ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുന്നില്ല, ഞാൻ നിന്നെ ഉയർത്തുന്നു. നീ തെറ്റുമ്പോൾ ഞാൻ നിന്നെ ഉപേക്ഷിക്കുന്നില്ല, ഞാൻ നിന്നെ തിരികെ വിളിക്കുന്നു. എന്റെ കൃപ നിനക്കായി മതിയാകും. നീ ഒരിക്കൽ പോലും വ്യർത്ഥമായി പരിശ്രമിച്ചിട്ടില്ല. നീ വിതച്ച ഓരോ നന്മയും, നീ സഹിച്ച ഓരോ വേദനയും ഞാൻ കണക്കാക്കുന്നു. ശരിയായ സമയത്ത് ഞാൻ നിനക്കു അതിന്റെ ഫലം നൽകും. അത് നീ പ്രതീക്ഷിച്ചതിനേക്കാൾ മനോഹരമായിരിക്കും. എൻ മകളെ, നീ കാത്തിരിക്കാൻ പഠിക്കൂ. ക്ഷമയിൽ ഒരു അനുഗ്രഹമുണ്ട്. നീ ഉടൻ ലഭിക്കാത്തതിൽ വിഷമിക്കരുത്. ഞാൻ വൈകിക്കുന്നതെല്ലാം നിനക്കായി നല്ലതാകാനാണ്. ഞാൻ ഒരുക്കുന്നത് സ്ഥിരമായതാണ്, തകർന്നു പോകാത്തതാണ്. നീ ഇരുട്ടിലൂടെ നടക്കുമ്പോൾ എന്റെ വെളിച്ചം നിനക്ക് മുന്നിൽ പോകുന്നു. നീ അത് കാണാതിരുന്നാലും അത് നിന്നെ നയിക്കുന്നു. നീ തെറ്റിപ്പോകാതിരിക്കാനായി ഞാൻ നിന്നെ കാത്തുസൂക്ഷിക്കുന്നു. നീ ഒറ്റപ്പെട്ടതായി തോന്നുമ്പോൾ എന്റെ സാന്നിധ്യം ഓർക്കൂ. ഞാൻ നിന്റെ അടുത്താണ്. നീ വിളിക്കുമ്പോൾ ഞാൻ കേൾക്കുന്നു. നീ മിണ്ടാതെയിരുന്നാലും ഞാൻ നിന്നെ മനസ്സിലാക്കുന്നു. എൻ മകളെ, നിന്റെ ഹൃദയം ഭാരപ്പെട്ടാൽ അത് എനിക്ക് ഏൽപ്പിക്കൂ. ഞാൻ അത് ശാന്തമാക്കും. നിന്റെ ചിന്തകൾ അലട്ടുമ്പോൾ എന്റെ വാക്കുകൾ ഓർക്കൂ. ഞാൻ നിനക്കു സമാധാനം നൽകും. നീ മുന്നോട്ട് പോകുമ്പോൾ നീ മുഴുവൻ വഴി കാണേണ്ടതില്ല. നീ ഒരു ചുവടെടുത്താൽ മതി. ഞാൻ അടുത്ത ചുവടിന് വെളിച്ചം നൽകും. നീ എന്നിൽ വിശ്വസിക്കുമ്പോൾ നീ തെറ്റിപ്പോകില്ല. എൻ മകളെ, നിന്റെ പരിശ്രമങ്ങൾക്ക് ഞാൻ ഫലം നൽകും. അത് നിന്റെ ജീവിതത്തിൽ ഒരു സാക്ഷ്യമായി തെളിയും. നീ ഒരിക്കൽ പിന്നോട്ട് നോക്കുമ്പോൾ നീ കാണും എല്ലാം അർത്ഥവത്തായിരുന്നു എന്ന്. നിന്റെ ജീവിതം എന്റെ കൈകളിൽ സുരക്ഷിതമാണ്. ഞാൻ നിന്നെ നയിക്കുന്നു. ഞാൻ നിന്നെ കാക്കുന്നു. ഞാൻ നിന്നെ ഉയർത്തുന്നു. നീ എന്റെ സ്നേഹത്തിൽ വിശ്രമിക്കൂ. നിന്റെ ആത്മാവ് സമാധാനത്തോടെ നിറയട്ടെ. നിന്റെ ഹൃദയം പ്രതീക്ഷയോടെ നിറയട്ടെ. നിന്റെ വഴികൾ അനുഗ്രഹങ്ങളാൽ നിറയട്ടെ. ഞാൻ നിന്നെ വിടുകയില്ല. എൻ മകളെ, ഓർക്കൂ, നിന്റെ പരിശ്രമങ്ങൾക്ക് ഞാൻ തീർച്ചയായും ഫലം നൽകും. അത് എന്റെ വാഗ്ദാനമാണ്. അത് ഒരിക്കലും മാറുകയില്ല.